ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണത്തിന് വേണ്ടി പടയോട്ടത്തിന് പടയോട്ടം നടത്തുന്നതിനേക്കാൾ നിന്റെ ഉമ്മാക്ക് നിന്റെ വാപ്പാക്ക് ഖിദ്മത്തെടുക്കൽ പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ബാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അതാണ് കുഴപ്പം. നിങ്ങൾ മനസ്സിലാക്കി നോക്കാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞു. ബനൂ ഇസ്രായേലിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇദാ ഖദ്നാ മീതാഖ ബനീ ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് ബനൂ ഇസ്രായേലിനോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, ഉമ്മാക്ക് വാപ്പാക്ക് ഗുണം ചെയ്യണേ സഹോദരാ. ബനൂ ഇസ്രായേലിനെ വിളിച്ചിട്ട് അല്ലാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞ ഖുർആൻ അടുത്തതായി പറയുന്നത് തൗഹീദ് അവതരിപ്പിച്ചിട്ട് പിന്നെ പറയുന്നത് നിസ്കാരത്തെ പറ്റിയല്ല, നോമ്പിനെ പറ്റിയല്ല, ഹജ്ജിനെ പറ്റിയല്ല, സകാത്തിനെ പറ്റിയല്ല. നിന്റെ ഉമ്മാക്ക് നിന്റെ വാപ്പാക്ക് നീ ഗുണം ചെയ്യണേ സഹോദരാ. ഇങ്ങനെ എത്ര ആയത്തുകളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെയോട് പറഞ്ഞു ഖുർആൻ. വബർറം ബിവാലിദൈ വബർറം ബിവാലിദതി, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ വബർറം ബിവാലിദൈ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനാ. മാഷാ അല്ലാഹ്, ഖുർആനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ പറയുകയാണ്, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനാ. എനിക്ക് പൊറുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് വലിവാലിദയ്യ, എന്റെ ഉമ്മാക്ക് എന്റെ വാപ്പാക്ക് പൊറുക്കണേ അല്ലാഹ്. ഇങ്ങനെ എത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഉമ്മാന്റെ മഹത്വം പറയാൻ, വാപ്പാന്റെ മഹത്വം പറയാൻ പോരാ പോരാ. ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ, അതിന്റെ അർത്ഥം എന്താണ്? സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സുഇല ഇബ്നു അബ്ബാസ് قال تعالى وبالوالدين إحسانا. وإذ قال ابن عباس معنا أنه أعلم من أمة كلها بالتفسير. ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, റഈസുൽ മുഫസ്സിരീനാണ്. ആ മഹാനോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഖുർആനിൽ പല സ്ഥലത്തുമുള്ള പ്രയോഗമാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ വബിൽ വാലിദൈനി ഹുസ്നാ. എന്താണ് ഈ ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് ചോദിച്ചാൽ എന്താണ് തങ്ങളെ? അല്ലാഹുവിന്റെ റസൂല് റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാവെന്ന സ്ഥാനപ്പേര് കൊടുത്ത മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളോട് ഇഹ്സാൻ എന്നതിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ മഹാൻ പറയുകയാണ്, അൽ ഇഹ്സാനു കതീർ. സുബ്ഹാനല്ലാഹ്. ഇഹ്സാൻ എന്ന് പറയാൻ എനിക്ക് പറഞ്ഞു തരാനല്ല, എനിക്ക് സാധ്യമല്ല. ഇഹ്സാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് സാധ്യമല്ല. അതിന്റെ അർത്ഥതലങ്ങൾ വണ്ണമാണ്, വ്യാപകമാണ്, വിപുലമാണ്,
വിസ്തൃതിയിലാണ്ടതാണ്. ഒത്തിരി 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 പറയാണ്ട്. ഇഹ്സാൻ, ഇഹ്സാൻ. മാതാപിതാക്കൾക്ക് നമ്മളതിന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ പറയുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറയണത്, അത് ഞാൻ പറഞ്ഞാൽ വിശദീകരിച്ചാലും തീരൂല. ഞാനിനി എന്തെങ്കിലും നിങ്ങൾക്ക് വിശദീകരിച്ചു പറഞ്ഞു തന്നാൽ നിങ്ങൾ മനസ്സിലാക്കി പോകും, അത് അത്രേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളോട് അവർ ചോദിച്ചു, മാ മഅനാൽ ഉഖൂഖ്, തങ്ങളെ ഉഖൂഖ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു തരുമോ? ഉഖൂഖ്, ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മാനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? വാപ്പാനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതൊന്ന് അനലൈസ് ചെയ്യാമോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫഖാല ഇബ്നു അബ്ബാസ്, മഹാൻ പറയുകയാണ്, ലൗ അന്നൽ വലദ നഫഖ തൗബഹു ബിജാനിബി വാലിദി. ഉഖൂഖ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം. അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയാം. മഹാൻ പറയാണ്, ലൗ അന്നൽ വലദ നഫഖ തൗബഹു ബിജാനിബി വാലിദി. ഉമ്മാന്റെ അടുത്ത് വെച്ച്, വാപ്പാന്റെ അടുത്ത് വെച്ചിട്ട് ഒരു കുട്ടി, ഒരു മകൻ, ഒരു മകള് ഡ്രസ്സ് കുടഞ്ഞു. ശ്രദ്ധിക്കണേ, ഹാമിദ് യാസീൻ പറയണതല്ല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണതാണ്. എത്ര നിസാരമാണ്, നമ്മൾ എത്ര നെവർ ആയിട്ട് കാണുന്ന കാര്യമാണ്, അതിന്റെ സീരിയസ് എത്ര വലുതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഇബാറത്ത്, ഈ വാചകങ്ങൾ നിങ്ങളെ എന്നെ ബോധ്യപ്പെടുത്തും സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവന്റെ ഉമ്മാടെ അടുത്ത് വെച്ച് ഡ്രസ്സ് കുടഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഫതതായറൽ ഗുബാറു അലാ അബി ഔ ഉമ്മി. അവന്റെ ഉമ്മാന്റെ അടുത്തേക്ക് ആ ഡ്രസ്സിൽ നിന്ന് പൊടി പാറിയിട്ട് പോയി ഉമ്മാടെ മേത്തു വീണു, ഉമ്മാടെ ദേഹത്ത് പൊടി വീണു, തുണി കുടഞ്ഞപ്പോ പൊടി വീണു. കുതിബ ഇൻദല്ലാഹി അഖ്ഖ. എന്നാൽ അവന്റെ മേൽ അല്ലാഹു മാതാവിനെ പിതാവിനെ ദ്രോഹിച്ചതായി രേഖപ്പെടുത്തപ്പെടുമെന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്റെ ജീവിതത്തിൽ ഇത് എത്ര ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത്രമേൽ കഠോരമാണ് നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മുടെ ഓരോ വാക്കും, ഓരോ മൗനവും, ഓരോ പ്രവർത്തനങ്ങളും, ഓരോന്നോരോന്ന്. കുടയുന്ന വസ്ത്രത്തിന്റെ പൊടി പോയി ഉമ്മാടെ മേത്തു പതിഞ്ഞാൽ അല്ലാഹുവിങ്കൽ നിനക്കത് കുറ്റമായി രേഖപ്പെടുത്തുമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഉമ്മമാരുടെ അവസ്ഥ എന്താണ്? വാപ്പമാരുടെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, എത്രയോ ഉമ്മമാര് കണ്ണീരിലാണ്, കഥനമാണ്. കല്യാണം കഴിഞ്ഞ മകനൊന്ന് കാണാൻ വന്നിരുന്നെങ്കിലെന്ന് ഉമ്മ ആഗ്രഹിക്കുകയാണ്. മകനെ പോറ്റി വളർത്തിയ മാതാവ് 24, 25, 26 വയസ്സുവരെ ആ മകനെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവിനെ അവനൊരു വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീടെടുത്തവൻ അവന്റെ കുടുംബവുമായി സെറ്റിലായാൽ പിന്നെ ഉമ്മാന്റെ ചാരത്തേക്ക് അവൻ വരൂല, അവനുമ്മാനെ കാണാൻ വരൂല. ഉമ്മ ആഗ്രഹിച്ചു പോകുകയാണ്, എന്റെ മകനൊന്ന് വന്നെങ്കിൽ, എന്റെ മകനൊന്ന് വന്നെങ്കിൽ. എത്രയോ ഉമ്മമാർക്ക് കഥനമാണ്. സ്വർണം കൊണ്ട് തരണ്ട, വെള്ളി കൊണ്ട് തരണ്ട, പണം കൊണ്ട് തരണ്ട, പണക്കെട്ടുകൾ വാരിയെറിയണ്ട. ഉമ്മാന്റെ ചാരത്തൊന്ന് വന്നു നിന്നിട്ട് ഉമ്മാ എന്ന് ഹൃദയപൂർവ്വം
മനഃപൂർവ്വം ആ മാതാവിനെ ഒന്ന് വിളിച്ചിട്ട് ആ ഉമ്മാന്റെ ചാരത്തൊന്ന് ചേർന്നിരുന്നിട്ട് ഉമ്മാന്റെ തോളത്ത് പിടിച്ച് ആ ഉമ്മാനെ ഒന്നരികിൽ ചേർത്ത് വെച്ചിട്ട് സുഖമല്ലേ ഉമ്മ എന്ന് ചോദിക്കാൻ ആ ഉമ്മ ആഗ്രഹിച്ചു പോകുകയാണ്. ആ ഉമ്മ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തുകാത്തിരിക്കുകയാണ്. രോഗിയായി വീട്ടിന്റെ അകത്തളത്തിൽ കിടക്കുന്ന എത്രയോ മാതാക്കൾ, പിതാക്കൾ തങ്ങൾ പോറ്റി വളർത്തിയ പൊന്നുമക്കൾ അവരെ കാണുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അവരവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനോടുകയാണ്. അവരവരുടെ മക്കൾക്ക് ബൈക്ക് വാങ്ങാൻ, കാറ് വാങ്ങാൻ, അവരവരുടെ മക്കളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾ നേടാൻ അവരോടുകയാണ്. അവരവരുടെ മക്കളെ സ്നേഹിക്കുകയാണ്. അപ്പോൾ പോലും അവന്റെ ഹൃദയത്തിൽ ആ ബോധം വരുന്നില്ല. ഞാൻ എന്റെ കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞുമോളെ സ്നേഹിക്കുന്നത് പോലെ എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിരുന്നു, എന്റെ വാപ്പ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ബോധം അവന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിലില്ല. അങ്ങനെ എത്ര മാതാപിതാക്കൾ വ്യസനിച്ച് കഴിയാണ്. ഖുർആൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ قل لهما أف ولا تنهرهما وقل لهما قولا كريما. സാര സമ്പൂർണമായി ജാമിഉം മാനിഉം കാമിലും താമുമായി വിശുദ്ധ ഖുർആൻ അവതരിച്ചു. ഉമ്മാടെ വിഷയത്തിൽ, വാപ്പാടെ വിഷയത്തിൽ സുബ്ഹാനല്ലാഹ് ലോകത്താരും ഇതുപോലെ പറഞ്ഞിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, തോമസ് ആൽവാ എഡിസൺ പറഞ്ഞത്, ഐസക് ന്യൂട്ടൻ പറഞ്ഞത്, കറൽ മാർക്സും എംഗൽസും ലെനിനും പറഞ്ഞത്. ഉമ്മാന്റെ മഹത്വം അവർ പറഞ്ഞില്ല. ലോകത്ത് എത്രയോ ആളുകൾ കടന്നു വന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് അടുത്ത് മരിച്ചുപോയ ആളാണ്, അയാളും പറഞ്ഞിട്ടില്ല. ഉമ്മാന്റെ മഹത്വം പറഞ്ഞത് മദീനയിലെ രാജാവാണ്. തു സിന്ദാ ഹൈ വല്ലാഹ്, തു സിന്ദാ ഹൈ വല്ലാഹ്, മേരേ ചശ്മേ ആലം സെ ചുപ് ജാനെ വാലേ, മേരേ ചശ്മേ ആലം സെ ചുപ് ജാനെ വാലേ. من أحق الناس بحسن مصاحبتي يا رسول الله. ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കടമയാരോടാണ്, കടപ്പാടാരോടാണ്? നിന്റെ ഉമ്മയോട്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, ഇനി ആരോട് നബിയേ? നിന്റെ ഉമ്മയോട്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, ഇനി ആരോട് നബിയേ? നിന്റെ ഉമ്മയോട്. ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ് പൂമോനെ, ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ് പൂമോനെ. ഒരു തവണയല്ല, രണ്ട് തവണയല്ല, 3 തവണ പറഞ്ഞു ഉമ്മയാണ്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, ഇനി ആര് നബിയേ? അബൂ, നിന്റെ വാപ്പയാണ്. തുമ്മ അദ്നാക് ഫഅദ്നാക്, പിന്നെ വാപ്പയോടടുത്ത ആളുകൾ ഉമ്മയോടടുത്ത ആളുകളാണ്. സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
നിങ്ങൾ ആലോചിച്ചു, ഒരു വട്ടമല്ല 100 വട്ടമല്ല. എന്തുകൊണ്ടാ 3 വട്ടോ ഉമ്മ 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 എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം എന്താ? ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. തഴവോസ്താദ് പാടിത്തരികയാണ്. അല്ലാഹുവേ, തഴവോസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബുകളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ മജ്‌ലിസിൽ ബറക്കത്ത് നൽകണേ അല്ലാ, തഴവോസ്താദിന്റെ ദറജ നീ ഏറ്റണേ അല്ലാ. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. ഉമ്മാക്കെ പ്രസവിക്കാൻ പറ്റൂ, വാപ്പാക്ക് പ്രസവിക്കാൻ കഴിയില്ല. ഉമ്മാക്ക് പാലൂട്ടാൻ കഴിയുള്ളൂ, വാപ്പാക്ക് അത് കഴിയില്ല. ഉമ്മാക്കാണ് ഗർഭം ചുമക്കാൻ 10 മാസം കഴിയുക, വാപ്പാക്ക് അത് കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞത് ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് പഠിപ്പിച്ചു പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്ബല ഇലൈഹി റജുലുൻ മിനൽ യമൻ, യമൻകാരനായ ഒരു സഹോദരൻ കടന്നു വന്നു. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിച്ചു പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ. യാ റസൂലല്ലാഹ്, വല്ലാഹി ജിഅതു ഉരീദുൽ ജിഹാദ മഅക ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടത്തിന് ഉദ്ദേശിച്ചിട്ട് ഞാൻ വന്നതാണ്, യമനിൽ നിന്ന് വരുവാണ് നബിയേ എന്ന് പറഞ്ഞൊരു സഹോദരൻ, യമൻകാരനായ സഹോദരൻ മദീനയിലെ പള്ളിയിൽ വന്നിട്ട് പുന്നാര നബി തങ്ങളോട് പറഞ്ഞു, ജിഅതു ഉരീദുൽ ജിഹാദ മഅക ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്താൻ ആഗ്രഹിച്ചിട്ട് അങ്ങയോടൊപ്പം ഞാനിതാ വന്നിരിക്കുകയാണ് നബിയേ. ആ സഹാബിയോട് പുന്നാര നബി തങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹയ്യുൻ വാലിദാക്, നിന്റെ ഉമ്മി, നിന്റെ വാപ്പി, നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹോദരാ? ഖാല നഅം യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുരീദുൽ ജന്ന, നീ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടോ? നീ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഞാൻ അതിനു വേണ്ടിയല്ലേ വന്നത് നബിയെ. മാമലകൾ താണ്ടി, മലമടക്കുകൾ താണ്ടി, മരുഭൂമിയും സാഗരവും ഒക്കെ കടന്ന് ഞാൻ വന്നത് അതിനു വേണ്ടിയാണ് നബിയെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇർജിഅ ഇലൈഹിമാ, നിന്റെ ഉമ്മാടെ ചാരത്തേക്ക്, നിന്റെ വാപ്പാടെ ചാരത്തേക്ക് നീ മടങ്ങി പോകൂ സഹോദരാ, നീ മടങ്ങി പോകൂ സഹോദരാ. ഫഹസിൻ സുഹബതഹുമാ ഫഇന്നൽ ജന്നത തമ്മാ, ഫഇന്നൽ ജന്നത തമ്മാ. നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാടെ ചാരത്തേക്ക് മടങ്ങി പോകൂ സഹോദരാ, നിന്റെ പ്രിയപ്പെട്ട വാപ്പാടെ ചാരത്തേക്ക് മടങ്ങി പോകൂ സഹോദരാ. അവർക്ക് സേവനം ചെയ്യ് സഹോദരാ, അവർക്ക് നീ
വെള്ളം കോരിക്കൊടുക്ക്, ഭക്ഷണം കൊടുക്ക്, അവരുടെ വസ്ത്രം അലക്കി കൊടുക്ക്, അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്ക്, അവർക്ക് നല്ല താമസം ചെയ്തു കൊടുക്ക്, അവരെ സന്തോഷിപ്പിക്ക്, അവരെ സമാധാനിപ്പിക്ക്, അവരെ സമാശ്വസിപ്പിക്ക്. അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് എന്താണോ നീ അത് ചെയ്തു കൊടുക്ക്. അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് നീ അവർക്ക് വേണ്ട ഖിദ്മാത്തുകൾ ചെയ്തു കൊടുത്ത് ഫഇന്നൽ ജന്നത തമ്മാ, ഫഇന്നൽ ജന്നത തമ്മാ, നിന്റെ സ്വർഗ്ഗം എവിടെയാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മുത്തുനബിയോടൊപ്പം പടക്കളത്തിൽ പടയോട്ടം നടത്തുന്നിടത്തല്ല നിനക്ക് സ്വർഗ്ഗമുള്ളത് സഹോദരാ. നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ, നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്താണ്. ഫഇന്നൽ ജന്നത തമ്മാ, അവിടെയാണ് സ്വർഗ്ഗമുള്ളത് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നാദത്തുഹു ഉമ്മുഹു യൗമൻ യാ അബൂ ഹുറൈറ. ഒരു ദിവസം സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തഅല്ലിമീങ്ങളിൽ പ്രമുഖൻ അഹ്ലുസ് സുഫയുടെ ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി ഒരു ദിവസം ഉമ്മ വിളിച്ചു. നാദത്തുഹു ഉമ്മുഹു യൗമൻ. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിളിച്ചു. യാ അബാ ഹുറൈറ ഫഖാല ലബ്ബൈകി. എന്താ ഉമ്മ? മറുപടി മനോഹരമായ മറുപടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി ഒക്കെ കഴിഞ്ഞ് ثم شعر أبو هريرة أن صوته أرفع من صوت أمه قليلا. എന്റെ ശബ്ദം ഒരൽപ്പം എന്റെ ഉമ്മയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. എന്റെ പുതിയ പരിഷ്കൃത സമൂഹത്തിലെ ഫ്രീക്കന്മാരായ അടിച്ചുപൊളിക്കാരായ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നിങ്ങൾ ഉമ്മാന്റെ മുഖത്ത് നോക്കി ആക്രോശിക്കാറില്ലേ? ഉമ്മാന്റെ മുഖത്ത് നോക്കി ഗർജിക്കാറില്ലേ? ഉമ്മാന്റെ മുഖത്ത് നോക്കി അമാന്യമായി പെരുമാറാറില്ലേ? ഉമ്മായോട് നിങ്ങൾ ദേഷ്യപ്പെടാറില്ലേ? ഉമ്മായോട് ഞാനും നിങ്ങളും വെറുപ്പ് പ്രകടിപ്പിക്കാറില്ലേ? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചതല്ല, ഉമ്മാനെ അധിക്ഷേപിച്ചതല്ല, ഉമ്മാനെ തെറി പറഞ്ഞതല്ല, ഉമ്മാനോട് കയർത്തതല്ല, ഉമ്മാനെ ദേഷ്യം പിടിപ്പിച്ചതല്ല. ഉമ്മ എന്നെ വിളിച്ചു യാ അബൂ ഹുറൈറ, എന്റെ പൊന്നുമോനെ അബൂ ഹുറൈറ എന്നെ പ്രിയപ്പെട്ട മാതാവിനെ വിളിച്ച സമയത്ത് ഞാൻ ആ പ്രിയപ്പെട്ട മാതാവിന് ഉത്തരം നൽകി. ആ ഉത്തരം നൽകിയ ഉത്തരം എന്റെ ഉമ്മാന്റെ വിളിയേക്കാൾ ഒരൽപ്പം ഉയർന്നു പോയോ എന്ന് ചിന്തിക്കുകയാണ് സയ്യിദുനാ അബൂ ഹുറൈറ. യഖൂലു, അവിടുന്ന് പറഞ്ഞു, റഫഅതു സൗതി അലാ ഉമ്മി, റഫഅതു സൗതി അലാ ഉമ്മി. എന്റെ ഉമ്മാന്റെ ശബ്ദത്തെക്കാൾ അബൂ ഹുറൈറയുടെ ശബ്ദം ഉയർന്നു പോയി. എന്റെ ഉമ്മാന്റെ ശബ്ദത്തെക്കാൾ ഈ അബൂ ഹുറൈറയുടെ ശബ്ദം ഉയർന്നു പോയി. വലംതു നഫ്സി, വലംതു നഫ്സി. ഞാൻ എന്റെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി, ഞാൻ എന്റെ ശരീരത്തോട് അപരാധം ചെയ്തു പോയെന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ. തന്റെ വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടു പോകുകയാ. ثم ذهب واشترى عبدين بمملوكين واعتقهما توبة من هذه المعصية. വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടു പോയി, മാർക്കറ്റിൽ പോയി, ചന്തയിൽ പോയിട്ട് 2 അടിമകളെ വാങ്ങി. 2 അടിമകളെ മേടിച്ച് ആ അടിമകളെ എത്തുക്കു ചൊല്ലി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ. 2 അടിമകളെ പൈസ കൊടുത്ത്, നല്ല പണം കൊടുത്ത് അടിമകളെ മേടിച്ചിട്ട് ആ അടിമകളെ സ്വതന്ത്രരാക്കി. എന്തിനാണ്? തൗബത്തം മിൻ ഹാദിഹിൽ മഅസിയ്യ. എന്റെ ഉമ്മാന്റെ വിളിയേക്കാൾ എന്റെ ഉത്തരം ഉയർന്നു പോയ കാരണം കൊണ്ട് ആ പാപമാണത്. എന്റെ ഉമ്മാന്റെ ശബ്ദത്തെക്കാൾ എന്റെ ശബ്ദം ഉയർന്നു പോയത് പാപമാണെന്ന് ചിന്തിച്ചിട്ട് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 2 അടിമകളെ മേടിച്ച് എത്തുക്കു ചൊല്ലി. സുബ്ഹാനല്ലാഹ്. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ ഔ റസൂലോं से अला
हमारा नबी और रसूलों से आला हमारा നബി. നബിയും അവിടുത്തെ സഹാബത്തും നടന്നു പോകുമ്പോൾ ബനു നജ്ജാറുകാരുടെ കുളത്തിന് സമീപമെത്തുകയാണ്. പുന്നാര പൂനബി ബനു നജ്ജാറുകാരുടെ കുളം കണ്ടവിടെ നിൽക്കുകയാണ്. ആ കുളം നോക്കിയിട്ട് മുത്തുനബി കരയുകയാണ്. സഹാബത്ത് കൂടെ നിൽക്കുകയാണ്. ബനു നജ്ജാറുകാരുടെ കുളം കണ്ടിട്ട് മുത്തുനബി എന്തിനാണ് കരയുന്നത് നബിയേ? അവിടുന്ന് എന്തിനെ വ്യസനിക്കുന്നു നബിയേ? കാര്യമറിയാത്ത സഹാബത്ത്. മുത്തുനബി ചിരിച്ചാൽ അവരും ചിരിക്കും, മുത്തുനബി കരഞ്ഞാൽ അവരും കരയും. ആ മുത്തുനബിയോടൊപ്പം നിന്ന് സഹാബത്ത് കരയുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട നബിയെ അങ്ങ് കരയുന്നത് എന്തിനാണ്? ഈ കുളം കണ്ടോ നിങ്ങൾ? ബനു നജ്ജാറുകാരുടെ കുളമാണ്. ഈ കുളത്തിന്റെ സവിധത്തിലെത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട മാതാവ് 7 വയസ്സിലാകുന്നതിനു മുമ്പേ, 7 വയസ്സ് തികയുന്നതിനു മുമ്പേ എന്നെ പിരിഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട മാതാവിനെ എനിക്ക് ഓർമ്മ വരികയാണ്. ഈ കുളത്തിൽ ഞാനും എന്റെ ഉമ്മയും കുളിച്ചിട്ടുണ്ട്. ഈ കുളത്തിൽ വെച്ചാണ്, ഈ ബനു നജ്ജാറുകാരുടെ കുളത്തിൽ വെച്ചാണ് എന്റെ പ്രിയപ്പെട്ട ആമിന ഉമ്മ എനിക്ക് നീന്തൽ പഠിപ്പിച്ചത്. ഈ കുളത്തിലാണ്. ഈ കുളം കണ്ടപ്പോൾ 6 വയസ്സിൽ വഫാത്തായി പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഓർമ്മകൾ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. മുത്തുനബി യതീമായിരുന്നു. ജനിക്കുന്നതിനു മുമ്പേ വാപ്പ മരണപ്പെട്ടു പോയിരുന്നു. 7 വയസ്സാകും മുമ്പേ ഉമ്മ ആമിന ബീവിയും വഫാത്തായിരുന്നു. ഉമ്മയുള്ള മക്കളെ, വാപ്പയുള്ള മക്കളെ, ആ ഉമ്മയും വാപ്പയും നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ അവരെ തെറി വിളിക്കുകയാണ്, അവരെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല. കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല. കരളിമ്പ പെറ്റുമ്മാനെ കാണാനൊക്കൂല. കരളിമ്പ പെറ്റുമ്മാനെ കാണാനൊക്കൂല. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഒരു സഹാബി കടന്നു വരികയാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് എന്റെ ഉമ്മയെ പറ്റി, എന്റെ വാപ്പയെ പറ്റി എന്ത് പറയുന്നു നബിയേ? ഹുമാ ജന്നതുക ഹുമാ നാറുക. നിന്റെ ഉപ്പ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉപ്പ നിന്റെ നരകമാണ്. നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉമ്മ നിന്റെ നരകമാണ്. യാ റസൂലല്ലാഹ്, എന്തു പറഞ്ഞു നബിയേ? സഹോദരാ, നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉമ്മ നിന്റെ നരകമാണ്. ഉമ്മാനെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് സ്വർഗം നേടാൻ പറ്റും. ഉമ്മാനെ വിഷമിപ്പിച്ചാൽ നിനക്ക് നരകം നേടാൻ പറ്റും. ഉപ്പാനെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് സ്വർഗം നേടാൻ പറ്റും. ഉപ്പാനെ വിഷമിപ്പിച്ചാൽ നിനക്ക് നരകം നേടാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്, അല്ല ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനൊരു തമ്മാടിയായ മനുഷ്യനാണ്.
പറയാണ്, ഒരു വലിയ അപരാധം ചെയ്തു പോയി തങ്ങളെ, ഒരു വലിയ അപരാധം ചെയ്തു പോയി തങ്ങളെ. എന്തപരാധമാണ് സഹോദരാ, എന്തപരാധമാണ് സഹോദരാ? എനിക്ക് തൗബയുണ്ടോ തങ്ങളെ, എനിക്ക് തൗബയുണ്ടോ തങ്ങളെ? ഞാനൊരു കൊലപാതകം ചെയ്തു പോയി, ഞാനൊരു പെണ്ണിനെ കല്യാണം ആലോചിച്ചു, ആ പെണ്ണെന്നോട് സമ്മതിച്ചില്ല, എന്റെ പ്രപ്പോസൽ അവളെ ക്യാൻസൽ ചെയ്തു. ഒരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ടു, ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രപ്പോസൽ ചെയ്തു, അവൾ അത് റിജക്ട് ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾ മറ്റൊരു പുരുഷനുമായി കല്യാണം സെറ്റ് ചെയ്തു. ഞാൻ പാത്തു പതുങ്ങിയിരുന്നു, അവൾ വരുന്ന വഴിയിൽ കാത്തിരുന്നു. അവൾ വന്നപ്പോൾ ഞാൻ എന്റെ കയ്യിലുള്ള കടാര ഉപയോഗിച്ച് അവളുടെ അടിവയറ്റിലേക്ക് കുത്തി അവളെ ഞാൻ